നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഗതാഗത നിയമലംഘനങ്ങളുടെ പേരിൽ ദുബായിൽ 28 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. വർഷങ്ങളായി ലൈസൻസ് പുതുക്കാത്ത വാഹനങ്ങളും പിടിച്ചെടുത്തവയിലുണ്ട്. 6000 ദിർഹത്തിലേറെ പിഴയുള്ള ഏത് വാഹനവും കണ്ടുകെട്ടാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് ഏറെ നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നതായി ദുബായ് പോലീസ് അറിയിച്ചു. സൗദിയിലെ അറാർ ഗവൺമെന്റ് ആശുപത്രി ഐസിയു നഴ്സായിരുന്ന തമിഴ്നാട് സ്വദേശിനിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഛർദിയും തലവേദനയും കാരണം ചികിത്സയിലിരിക്കെയാണ് ഹൃദയാഘാതം സംഭവിച്ച നഴ്സ് മരിക്കുന്നത്. വെല്ലൂർ അമ്പൂർ സ്വദേശിനി ഏഞ്ചൽ റോബിൻസണിന്റെ മൃതദേഹമാണ് സൗദി എയർലൈൻസ് വിമാനത്തിൽ അറാറിൽ നിന്ന് റിയാദിലേക്കും അവിടെ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലും എത്തിച്ചത്. കഴിഞ്ഞ മാസമാണ് ഏഞ്ചൽ മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു. എറണാകുളം മൂവാറ്റുപുഴ ആസാദ് റോഡ് മോളെക്കുടിയിൽ താമസിക്കുന്ന ഉദിന ടാസിയുടെ മകൻ ബിൻഷാദാണ് മരിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വ്യാജ രസീതുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ കൈക്കലാക്കിയ ഏഷ്യൻ സംഘത്തെ 12 മണിക്കൂറിനുള്ളിൽ പിടികൂടി ഷാർജ പോലീസ്. ഷാർജ പോലീസിന്റെ ജനറൽ കമാൻഡിലെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഓപ്പറേഷനിലാണ് സംഘത്തെ പിടികൂടിയത്. ദുബായ് സഫാരി പാർക്ക് വീണ്ടും തുറക്കുന്നു. ഇത്തവണ വൈൽഡ് റൂൾസ് എന്ന പ്രമേയത്തിലാണ് 7ാം സീസണുമായി ഒക്ടോബർ 14 സന്ദർശകർക്കായി വീണ്ടും തുറക്കുന്നത്. കൂടാതെ ആഘോഷത്തിന്റെ ഭാഗമായി സന്ദർശകർക്ക് സൗജന്യ ടിക്കറ്റുകളും നൽകുന്നുണ്ട്. കൂടാതെ പാർക്ക് വീണ്ടും തുറക്കുന്നതിന്റെ പ്രചാരണാർത്ഥം ദുബായിലുടനീളം സഫാരി പാർക്കിന്റെ തീമിലുള്ള പ്രത്യേക ബസ്സുകളും നഗരത്തിൽ ഓടി തുടങ്ങി. കേരളത്തിൽ 30-ലധികം പേർക്ക് വീടുകൾ വെച്ച് നൽകി മാതൃക കാട്ടിയ മലയാളി സംരംഭകരും സുഹൃത്തുമായ VT സലീമിനെ കാണാൻ ഷാർജയിലെത്തി മമ്മൂട്ടി. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മമ്മൂട്ടി വീട്ടിലെത്തി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആദ്യമായി നടത്തിയ വിദേശയാത്രയും സലീമിന്റെ ഗൃഹപ്രവേശന ചടങ്ങിനായിരുന്നു. സൗദിയിൽ ഒരാഴ്ചക്കിടെ മാത്രം വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിയിലായത് 21,000 നിയമലംഘകരായ പ്രവാസികളെ ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 2 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പ്രവിശ്യകളിൽ നടത്തിയ പരിശോധനകളിൽ 12,439 ഇഖാമ നിയമലംഘകരും 4,650 നുഴഞ്ഞുകയറ്റക്കാരും 4,314 തൊഴിൽ നിയമലംഘകരും അടക്കം 21,403 നിയമലംഘകർ പിടിയിലായി. കുവൈത്തിലെ അൽ ഉയൂൺ പ്രദേശത്തെ ഒരു ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കൂട്ടത്തല്ലിൽ നിരവധി പേർക്ക് പരിക്ക്. സംഭവത്തിൽ സുരക്ഷാസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ആശങ്കാകുലരായ രക്ഷിതാക്കളിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് പൊതുസുരക്ഷാ ഉദ്യോഗസ്ഥരും പെട്രോൾ യൂണിറ്റുകളും ഉടൻ തന്നെ സ്ഥലത്തെത്തുകയായിരുന്നു. അവർ സംഘർഷം അവസാനിപ്പിക്കുകയും പരിക്കേറ്റവർക്ക് അടിയന്തര സഹായം നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ബസ്സുകളിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള മറ്റ് സന്ദർശകർ പ്രവേശിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി. UAE എല്ലാ പബ്ലിക് സ്കൂൾ അഡ്മിനിസ്ട്രേഷനുകൾക്കും ഈ നിയമം ബാധകമാണ്. കൂടാതെ ഇനി മുതൽ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ജീവനക്കാർക്കും മാത്രമായിരിക്കും ബസ്സുകളിൽ പ്രവേശനം അനുവദിക്കുക. മുസ്ലിം വേൾഡ് ലീഗ് മുൻ സെക്രട്ടറി ജനറലും ഷൂറ കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുള്ള ഉമർ നസീഫ് അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ നിരവധി രാജ്യാന്തര സമ്മേളനങ്ങളിലും ഫോറങ്ങളിലും സൗദി അറേബ്യയെ പ്രതിനിധീകരിച്ചിരുന്നു. ഒട്ടേറെ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.